ഭാരതാംബയിൽ ചെറുത്തുനിൽപ്പോ എന്ന ചോദ്യത്തിന് ചെറുത്തുനിൽപ്പ് തന്നെയാണ്, രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പാണ്. സാങ്കേതികമായി ഒരുപക്ഷെ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എത്രത്തോളം ശരിയാകും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല. പക്ഷേ രാഷ്ട്രീയമായി ഏറ്റവും വലിയ ശരിയാണ് ഇപ്പോൾ ഇടത് പക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്, സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഒരു സ്വകാര്യ പരിപാടിയിൽ, സെനറ്റ് ഹാളിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ കൊണ്ടുവയ്ക്കുന്നു. അവിടേക്ക് ഗവർണർ എത്തുന്നു. അപ്പോൾ അദ്ദേഹം വരരുത് എന്ന് രജിസ്ട്രാർ പറയുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം എത്തുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ആ സംഭവ വികാസങ്ങൾ. അപ്പോൾ ആ പരിപാടിക്കെതിരെ ഒരു നിലപാടെടുത്തു എന്നതിലാണ് രജിസ്ട്രാർക്കെതിരെ ഇതിൽ ചാൻസലർ നിലപാടെടുക്കുന്നത്. യഥാർത്ഥത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിനാണ് അധികാരം. പക്ഷേ അപൂർവമായ സന്ദർഭങ്ങളിൽ അടിയന്തരമായ സാഹചര്യത്തിൽ ചാൻസലർക്ക് നടപടിയെടുക്കാം. അപ്പോൾ അടിയന്തരം എന്നുള്ള അതൊരു അടിയന്തരമായ സാഹചര്യമാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നത് ചാൻസലറാണ്. അപ്പോൾ അടിയന്തര സാഹചര്യമായി അതിന് കണ്ടുകൊണ്ട് അതിൽ ഇടപെടൽ നടത്തുകയും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിനെയും ആ രൂപത്തിൽ കാണേണ്ടി വരും. ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനവും അടിയന്തരമായ സാഹചര്യത്തിലെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അടിയന്തരമായ സാഹചര്യത്തിൽ സിൻഡിക്കേറ്റിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ ആ നിലപാടിലേക്ക് എത്തുന്നു. രജിസ്ട്രാർ മടങ്ങിയെത്തണം, രജിസ്ട്രാറിന് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ വൈസ് ചാൻസലർ അതിനെ എതിർക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട പോലും അതല്ല എന്ന് വൈസ് ചാൻസലർ പറയുന്നു. പക്ഷേ വൈസ് ചാൻസലറുടേത് ഒറ്റപ്പെട്ട ശബ്ദമാകുന്നു. അവിടെ ഒരു BJPയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു തന്നെ മനസ്സിലാക്കുന്നത്. ആ പ്രതിനിധി വേറെ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതും വൈസ് ചാൻസലർ അവിടെ ഉന്നയിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രജിസ്ട്രാർ ഏറ്റവും ഒടുവിൽ അവിടെ ചുമതല ഏൽക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകിട്ട് 4:30 അദ്ദേഹം ചുമതല ഏൽക്കുന്ന നടപടിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയുമാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ചാൻസലറോട് പരാതിപ്പെടേണ്ട വിഷയങ്ങൾ ചാൻസലറിലേക്ക് എത്തുകയും അത് രാഷ്ട്രീയമായ പോരിലേക്ക് പോവുകയൊക്കെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. അത് വേറൊരു വിഷയമായിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഭാരതാംബ വിഷയമാണ് എടുക്കുമ്പോൾ കാവിക്കൊടിയേന്തിയ ഭാരതാംബ അതിനെ ഹൈക്കോടതിയിലേക്ക് ആ വിഷയം എത്തിയപ്പോൾ അതിൽ കോടതിയിൽ പറഞ്ഞത് കാവിക്കൊടിയേന്തിയ ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞത്. കാവിക്കൊടിയേന്തിയ സ്ത്രീ എന്ന പ്രയോഗത്തെ കോടതി പോലും എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. കോടതി അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും അത്ര പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നത്തിൽ പോലീസും സത്യവാങ്മൂലം നൽകണം, രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയത്തിൽ സർവകലാശാലയും മറുപടി നൽകണം എന്ന് പറയുമ്പോൾ 2 തരം മറുപടി പോകാൻ പോകുന്നു. അതിനിടയ്ക്ക് ഹൈക്കോടതി പറയുന്നു രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയല്ല രജിസ്ട്രാർ വിഷയം കൈകാര്യം ചെയ്യേണ്ടതിരുന്നത് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. എന്ത് ക്രമസമാധാന പ്രശ്നമാണ് സെനറ്റ് ഹാളിന് പുറത്തുണ്ടായിരുന്നത് എന്ന് പോലീസ് വിശദീകരിക്കണമെന്ന് പറയുന്നു. അതുമാത്രമല്ല ഈ പറയുന്ന പരിപാടിയിൽ ഉപയോഗിച്ചത് മതചിഹ്നമാണ് എന്ന് സെക്യൂരിറ്റി ഓഫീസർ 2 വരിയിൽ എഴുതി അറിയിച്ചോ എന്നും ഹൈക്കോടതി രജിസ്ട്രാറുടെ അഭിഭാഷകനോട് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യത്തിൽ ഈ ഒരു വാചകം തന്നെ പറയുന്നു, ഈ ഹിന്ദു ദേവതയാണോ മറ്റേതെങ്കിലും മതത്തിൻ്റെ ദൈവമാണോ എന്നതല്ല ചോദ്യമെന്നും നിയമവിരുദ്ധമായി VC നടത്തിയ സസ്പെൻഷനാണ് വിഷയമെന്നും അഭിഭാഷകൻ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഈ കാവിക്കൊടിയേന്തിയ സ്ത്രീ എന്ന് പറയാമോ എന്ന് കോടതിക്കും സംശയം തോന്നുകയാണ്. ഭാരതാംബയായി അതിനെ അംഗീകരിക്കണം എന്ന രൂപത്തിലാണോ ഹൈക്കോടതി അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് സംശയം തോന്നാവുന്ന രീതിയിലാണ്. ഇന്നുണ്ടായിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് തന്നെയാണ് കാലിക്കറ്റ് VC ആണ് രവീന്ദ്രൻ. കാലിക്കറ്റ് VC രവീന്ദ്രൻ്റെ നിയമനം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ BJPക്ക് വേണ്ടി ശബ്ദിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് സേവാഭാരതിയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായും രാഷ്ട്രീയം BJP രാഷ്ട്രീയം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നീങ്ങുകയാണ്. ഇപ്പോഴത്തെ ഗവർണർ അത് കുറച്ചുകൂടി ഗൗരവത്തിൽ അതിനെ കാണുന്നു. വിവിധ സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളും അതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഗവർണറുടെ ഒരു പരിപാടി കൂടി ആ തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇനി ഈ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട സിസ തോമസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിസ തോമസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. സിസ തോമസിനെ നിയമിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. എവിടെ? ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി. ആ നിയമനം നേരത്തെയുള്ള നിയമനം റദ്ദാക്കിക്കൊണ്ട് നടത്തിയ നിയമനമായിരുന്നു. അതുകൊണ്ട് തന്നെ സിസ തോമസിന് നേരത്തെ 2022 നവംബറിൽ ആ ചുമതല നൽകിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോയ സർക്കാർ അവിടെ തിരിച്ചടി നേരിട്ടു. സുപ്രീം കോടതിയിലേക്ക് പോയി, അവിടെ തിരിച്ചടി നേരിട്ടു. അതിനുശേഷം എന്തു ചെയ്തു? അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ അടക്കം തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിസ തോമസ് സ്വാഭാവികമായും പിന്നീട് വരുന്ന ഗവർണർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രൂപത്തിൽ, അതായത് അവരുടെ നിയമനം ഗവർണർ നടത്തിയതാണ്. ഗവർണർ എന്ന് വെച്ചാൽ ചാൻസലർ നടത്തിയതാണ്. ചാൻസലർ നടത്തിയ നിയമനം
ആ നിയമനത്തെ സർക്കാർ എതിർക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇവിടെ വൈസ് ചാൻസലറും സ്വാഭാവികമായ രാഷ്ട്രീയ പോരിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. അവരൊരു നല്ല വൈസ് ചാൻസലർ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക്, അവർക്ക് പെൻഷൻ നൽകാതിരിക്കുന്ന രൂപത്തിലേക്കൊക്കെ ആ ഏറ്റുമുട്ടൽ പോയി. ഒടുവിൽ അത് നൽകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു പോരാട്ടം വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഒരു രാഷ്ട്രീയം ഇടതുപക്ഷം നടത്തുന്നുണ്ട്. അപ്പുറത്ത് ചാൻസലറുടെ രാഷ്ട്രീയം നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ പോരും നടക്കുമ്പോൾ ഏത് രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കണമെന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ കാവിക്കുടിയ ഏന്തിയ ഭാരതാംബ, ആ ഭാരതാംബയുടെ പുറകെയുള്ള മാപ്പ് അത് ഇന്ത്യയുടെ മാപ്പല്ല എന്നടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഭരണഘടനാ ചുമതലയുള്ള ഗവർണർ, ചാൻസലർ ഇങ്ങനെ പ്രവർത്തിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. മനുസ്മൃതിയിലേക്ക് മടങ്ങിപ്പോകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇവർ നടത്തുകയാണ്. സ്കൂളുകളിൽ ഇത് സംബന്ധിച്ച പഠനം നടത്തണമെന്ന്, കുട്ടികളെ അത് പഠിപ്പിക്കണമെന്ന് പറയുകയാണ്. ആ രൂപത്തിലേക്കൊക്കെ പ്രസംഗങ്ങൾ ഗവർണർ നടത്തുന്നപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് പ്രവർത്തിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല തന്നെയാണ് ലക്ഷ്യം, കുട്ടികൾ തന്നെയാണ് ലക്ഷ്യം. കുട്ടികളിലൂടെ ഇത് എത്തിക്കുക എന്ന് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഗൗരവത്തിലുള്ള ഇടപെടലായിട്ടാണ് ഇപ്പോഴത്തെ ഗവർണറുടെ ഇടപെടൽ ഞാൻ കാണുന്നത്. അതിനെ രാഷ്ട്രീയമായി ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് നടത്തേണ്ട കാര്യമാണ്. എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. കോടതിയുടെ പിന്തുണ കൂടി ഈ വിഷയത്തിൽ വേണ്ടതാണത്. എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. ഒരു പക്ഷേ കോടതി രജിസ്ട്രാറുടെ സസ്പെൻഷൻ ശരിവെക്കുന്ന രൂപത്തിലേക്ക് പോയേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് മുന്നിലുള്ള വഴി. അത് നേരിടുക തന്നെ വേണം. അതിനൊപ്പമാണ് ഞാനുമുള്ളത് എന്നുള്ളതാണ്. Meet the editors.